नमस्ते दोस्तों। तो आज हम देखने जा रहे हैं स्वतंत्रता पूर्व के कुछ हिंदी कहानीकारों के बारे में। उनमें सर्वप्रथम आते हैं इलाचंद्र जोशी। तो इलाचंद्र जोशी के बारे में, इलाचंद्र जोशी का कथा साहित्य में मनोविज्ञान की एक विशिष्ट धारा के प्रवर्तक के रूप में प्रसिद्ध हैं। इस धारा की कहानियों में मानव मन की विभिन्न प्रवृत्तियों, गुत्थियों एवं कुंठाओं का विश्लेषण आधुनिक मनोविज्ञान एवं മനോവിശ്ലേഷൻ के आधार पर हुआ है. അപ്പോൾ ഇലാചന്ദ്ര ജോഷിയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹം എഴുതിയിരുന്നത് സൈക്കോളജിക്കൽ ആസ്പെക്ട്സിലാണ്. ഓക്കെ, ഹിന്ദി ഷോർട്ട് സ്റ്റോറീസിൽ ഇലാചന്ദ്ര ജോഷി എഴുതിയിരുന്നത് സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ മാനസികമായിട്ടുള്ള പല പല പ്രവർത്തികൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ഒരു നമ്മൾ പറയുമല്ലോ അപ്സ് ആൻഡ് ഡൗൺസ്, ഇതിനെപ്പറ്റിയൊക്കെ വളരെ മോഡേൺ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. इनमें समष्टिवादी दृष्टि के स्थान पर व्यष्टिवादी दृष्टि की प्रमुखता प्राप्त हुई है. അപ്പോൾ നേരത്തെ നമ്മൾ ഈ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ വ്യക്തി, ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ്, എല്ലാം വ്യക്തിപരമാണത്. ഓക്കെ, इलाचंद्र जोशी की शैली विश्लेषणात्मक होने के कारण अधिक सूक्ष्म, गंभीर और कहीं कहीं अस्पष्ट भी है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ശരിക്കും വളരെയധികം ഡിസ്ക്രൈബ് ചെയ്താണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ, ക്യാരക്ടേഴ്സിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ചില ക്യാരക്ടേഴ്സൊന്നും നമുക്ക് പിടിതരത്ത് പോലുമില്ല. उन्होंने अपनी कहानियों में मनोविश्लेषण के आधार पर सूक्ष्म मानसिक तथ्यों का उद्घाटन मर्मस्पर्शी रूप में किया है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളിൽ അദ്ദേഹം സൈക്കോളജിക്കൽ ആസ്പെക്റ്റിനെ ബേസ് ചെയ്ത് ശരിക്കും വളരെ മൈന്യൂട്ടായിട്ടുള്ള മാനസികാവസ്ഥകളെ വരെ വളരെ സെൻസിറ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. जोशी जी की कहानियाँ मुख्यतः मध्यवर्गीय शिक्षित पात्रों के सामाजिक एवं वैयक्तिक परिवेश को लेकर लिखी गई है. അപ്പോൾ ജോഷിയുടെ കൂടുതലും കഥകൾ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. राजेंद्र यादव के शब्दों में कहें तो वह भीतर से भीतर की ओर उतरते हैं. चेतन, अवचेतन, उपचेतन के अनेक अप्रतीकर स्तरों का उद्घाटन उन्होंने किया है और इस क्रिया में उनके पात्र साधारण सामान्य के बजाय विलक्षण, विकलांग और हीन होते हुए दिखने लगते हैं. അപ്പോൾ രാജേന്ദ്ര യാദവ് ജോഷിജിയുടെ റൈറ്റിങ്ങിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ കഥകളെ പറ്റി പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും वह भीतर से भीतर की ओर उतरते हैं. चेतन, अवचेतन, उपचेतन के अनेक अप्रतीकार स्तरों का उद्घाटन उन्होंने किया है. അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? ശരിക്കും ജോഷിജിയുടെ സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ, അതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ, നമ്മൾ പറയും നമ്മുടെ ഈ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ക്യാരക്ടേഴ്സാണ്. അത് മാത്രമല്ല, സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, ഈ തരം എന്താ പറയുക, ഇങ്ങനത്തെ രീതിയിലൊക്കെ അതിനെ ക്ലാസിഫൈ ചെയ്ത് കാണാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ചില ക്യാരക്ടേഴ്സ് നമുക്ക് ഭയങ്കര ഓവർ ദ ടോപ്പായിട്ട് ഫീൽ ചെയ്യും. വളരെ റിയലിസ്റ്റിക് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന ക്യാരക്ടേഴ്സായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ ചില ക്യാരക്ടേഴ്സിനെ കുറച്ച് അവ്യക്തതയും നമുക്ക് ഫീൽ ചെയ്യും. ധൂപ്രേഖ 1937, दिवाली और होली 1942, रोमांटिक छाया 1943, आहुति 1945, खंडहर की आत्माएं 1948, डायरी की नीरस पृष्ठ 1951, कटीले फूल लजीले कांटे 1957 उनकी प्रसिद्ध कहानी संग्रह है. അപ്പോൾ ജോഷിജിയുടെ പ്രധാനമായിട്ടുള്ള കഹാനി സംഗ്രഹങ്ങളാണ് ഇതൊക്കെ. ധൂപ്രേഖ, ഓക്കെ, ആദ്യത്തെ ധൂപ്രേഖ അത് 1937. ഓക്കെ, പിന്നെ ദീവാലി ഓർ ഹോലി അത് 1942. അത് കഴിഞ്ഞ് റൊമാൻറ്റിക് ഛായ അത് 1943, ആഹുതി അത് 1945, ഖണ്ഡഹർ കി ആത്മായ് 1948, ഡയറി കി നീരസ് പൃഷ്ഠ 1951, കട്ടീലെ ഫൂൽ ലജീലെ കാണ്ടെ 1957.
അങ്ങനെ ഈ 7 കഹാനി സംഗ്രഹമാണ് ജോഷിജി എഴുതിയതിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ധൂപ് രേഖ 1937, ദീവാലി ഓർ ഹോലി 1942, റൊമാൻറ്റിക് ഛായ 1943, ആഹുതി 1945, ഖണ്ഡഹർ കി ആത്മായ് 1948, ഡയറി കി നീരസ് പൃഷ്ഠ 1951, കട്ടീലെ ഫൂൽ ലജീലെ കാണ്ടെ 1957. അപ്പോൾ ഇനി ജോഷിജി കഴിഞ്ഞ് അടുത്തത് വരുന്നത് ഉപേന്ദ്രനാഥ് അഷ്കിൻ്റെ ആണ്. ഉപേന്ദ്രനാഥ് അഷ്ക്. उपेंद्रनाथ अश्क ने प्रारंभ में उर्दू में कहानियाँ लिखी थी, बाद में हिंदी में लिखना आरंभ किया. प्रारंभ से ही वे अश्क യഥാർത്ഥവാദി കഥാകാർ हैं. അപ്പോൾ ഉപേന്ദ്രനാഥ് അഷ്ക് ജി ആദ്യം എഴുതി തുടങ്ങിയത് ഉറുദുവിലാണ്. പിൽക്കാലത്താണ് അദ്ദേഹം ഹിന്ദി റൈറ്റിങ്ങിലേക്ക് തിരിഞ്ഞത്. അദ്ദേഹം ആദ്യകാലം മുതലേ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എഴുത്തുകാരനാണ്. उन्होंने निम्न मध्य वर्ग के जीवन को अपनी कथा का विषय बनाया. उसके हर पहलू को पूरी सहानुभूति के साथ देखा है. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ, നമ്മുടെ ഉപേന്ദ്രനാഥ് അഷ്കിൻ്റെ കഥകളിൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ എന്താ പറയുക ലോ മിഡിൽ ക്ലാസ് ഫാമിലീസിനെയാണ് അദ്ദേഹം ടോപ്പിക്കായിട്ട് സബ്ജക്റ്റായിട്ട് എടുത്തേക്കുന്നത്. അതായത് ഉസ്കെ ഹർ പെഹ്ലുക്കോ പൂരി സഹാനുഭൂതി കെ സാത്ത് ദേഖാ ഹൈ. അപ്പോൾ അതിലെ ഓരോ ഇൻസിഡൻസ്, ക്യാരക്ടേഴ്സ്, ആ കഥ, ഇതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു തരം സിമ്പത്തിയാണ് ഉണർത്തുന്നത്. വേ പഞ്ചാബി ഓർ ഉറുദു കി പൃഷ്ഠഭൂമി കെ സാത്ത് ഹിന്ദി മേ ആയ. അപ്പോൾ അദ്ദേഹം പഞ്ചാബി എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു ബേസ് വന്നേക്കുന്ന പഞ്ചാബിയിൽ നിന്നും ഉറുദുവിൽ നിന്നും ഒരു ബേസ് ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ഹിന്ദിയിലോട്ട് വന്നത്. अपने प्रारंभिक काल में उन्होंने कांकड़ा का तेली जैसी യഥാർത്ഥവാദി കഹാനി ലിക്കർ അപ്നി പെഹ്ചാൻ ബനായി. അപ്പോൾ ആദ്യകാലങ്ങളിൽ എഴുതിയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കഥയാണ് കാങ്കടാ കാ തേലി. ഓക്കെ, അപ്പോൾ ഉപേന്ദ്രനാഥ് അഷ്ക് ആദ്യകാലങ്ങളിൽ എഴുതിയ കഥകളിൽ ഏറ്റവും ഫേമസ് ആണ് കാങ്കടാ കാ തേലി. അത് എക്സ്ട്രീംലി റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കഥയാണ് കാങ്കടാ കാ തേലി. അപ്പോൾ ഇങ്ങനത്തെ കഥകൾ എഴുതിയാണ് അദ്ദേഹം ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തത്. ഓക്കെ, ഈ സ്റ്റോറി റൈറ്റിങ്ങിൽ ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തത് ഇങ്ങനത്തെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറീസ് എഴുതിയിട്ടാണ്. കാങ്കടാ കാ തേലിയാണ് അദ്ദേഹം ആദ്യകാലങ്ങളിൽ എഴുതിയിരുന്ന ആദ്യത്തെ കഥ. അങ്കുർ, നാസൂർ, ഡാച്ചി, പിഞ്ചറ, ഗോഖരു ആദി ഉൻകി പ്രസിദ്ധ കഹാനിയാണ്. അപ്പോൾ അഷ്ക് ജിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കഥകൾ ഏതൊക്കെയാണ്? അങ്കുർ, നാസൂർ, ഡാച്ചി, പിഞ്ചറ, ഗോഖരു, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റോറീസ്. ഏതൊക്കെയാണ്? അങ്കുർ, നാസൂർ, ഡാച്ചി, പിഞ്ചറ, ഗോഖരു. അപ്പോൾ ഇതൊക്കെ ഇറങ്ങിയ വർഷങ്ങൾ जो सन 1933 और 36 के बीच लिखी गई थी. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കഥകളെല്ലാം തന്നെ 1933 മുതൽ 1936 എഴുതപ്പെട്ടതാണ്. ഇനി വരുന്നത് അദ്ദേഹത്തിൻ്റെ കഹാനി സംഗ്രഹങ്ങളാണ്. ഇതുവരെ ഉള്ളത് സ്റ്റോറീസും, ഇനിയുള്ളത് കഹാനി സംഗ്രഹമാണ്. छींटे 1949, 70 श्रेष्ठ कहानियाँ 1948, पलंग 1962, ആകാശചാരി 1966 ഉൻകി കഹാനി സംഗ്രഹ है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഹാനി സംഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഛീണ്ടെ, അത് 1949 പബ്ലിഷ് ആയത്. അത് കഴിഞ്ഞ് 70 ശ്രേഷ്ഠ കഹാനിയ, അത് 1948. അത് കഴിഞ്ഞ് പലങ്ക്, അത് 1962, ആകാശചാരി അത് 1966. ഓക്കെ, അപ്പോൾ ഛീണ്ടെ ഏത് വർഷമാണ്? 1949. 70 ശ്രേഷ്ഠ കഹാനിയ 1948, പലങ്ക് 1962, ആകാശചാരി 1966. कामकुंठाओं को लेकर अनेक कहानियाँ उन्होंने मंटो की स्पर्धा में लिखी, लेकिन मंटो जैसी सामाजिक राजनीतिक विसंगतियों वाली कहानियाँ अश्क के पास नहीं हैं. അപ്പോൾ കാമകുണ്ഠം, അതായത് ഇപ്പോൾ ഈ സെക്ഷൽ ഡിസയേഴ്സിനെ പറ്റിയുള്ള കഥകളും എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസിനെ പറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷേ അധികം കഥകൾ അങ്ങനെ ബേസ് ചെയ്ത് അദ്ദേഹം എഴുതിയിട്ടില്ല. സാമാജിക് चेतना के बावजूद अश्क में उस अंतर्दृष्टि का अभाव है जो उस सामाजिक अंतर्वस्तु का सार्थक रूपायन करती है.
ശരിക്കും സൊസൈറ്റിക്ക് വേണ്ടി സൊസൈറ്റിയുടെ ഇഷ്യൂസ്, റെലവൻറ്റ് ഇഷ്യൂസൊക്കെ അദ്ദേഹം പറയുമെങ്കിൽ പോലും എന്തോ നമ്മൾ പറയുന്നൊരു അന്തർദൃഷ്ടി, അതായത് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുക, അല്ലെങ്കിൽ അത്രയും സെൻസിറ്റീവായിട്ടുള്ള അത്രയും നല്ല ടോപ്പിക്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. उनकी अंतिम कहानी अजगर सन 1938 में प्रकाशित हुई थी. उसके बाद वे कहानी छोड़कर अन्य विधाओं में सक्रिय हो गए. അപ്പോൾ അഷ്കജിയുടെ അവസാനത്തെ കഥ ഏതാണ്? അജ്ഗർ എന്നാണ് ആ കഥയുടെ പേര്. ഓക്കെ, അഷ്കജിയുടെ അവസാനത്തെ കഥയുടെ പേര് അജ്ഗർ എന്നാണ്. അത് 1938 പബ്ലിഷ് ആയത്. അതിൻ്റെ പബ്ലിഷിങ്ങോടുകൂടി അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നമ്മുടെ സാഹിത്യത്തിൽ വേറെ പല സ്ട്രീംസിലേക്കുമായിട്ട് അങ്ങ് പോയി. പിന്നെ കഥ അദ്ദേഹം എഴുതിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കഥ ഏതാണ്? അജിഗർ. അത് ഇറങ്ങിയത് അല്ലെങ്കിൽ പബ്ലിഷ് ആയത് ഏത് കൊല്ലമാണ്? 1938. സോറി, 1968. സോറി, മൈ മിസ്റ്റേക്ക്. 1968 അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കഥ ഇറങ്ങിയത്. ആരുടെ? അഷ്കജിയുടെ അവസാനത്തെ കഥ അജ്ഗർ ഇറങ്ങുന്നത് 1968. ഓക്കെ, അത് കഴിഞ്ഞ് അദ്ദേഹം വേറെ സ്ട്രീംസിലേക്ക് പോയി ലിറ്ററേച്ചറിൻ്റെ. अन्य कहानीकार उपरोक्त प्रमुख कहानीकारों के अलावा एक लंबी परंपरा ऐसे कहानीकारों की है जो किसी न किसी कारण से अधिक प्रसिद्ध न हो सके. അപ്പോൾ ഈ മേൽ പറഞ്ഞ റൈറ്റേഴ്സ് അല്ലാതെ വേറെയും കുറച്ച് കഥാകാരന്മാരുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും അവർ അത്ര ഫേമസ് ആകാതെ പോയി. അതുകൊണ്ട് അവരുടെ റൈറ്റിങ്സ് മോശമാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. संदर्भवश उनका भी थोड़ा परिचय प्राप्त कर लेना अनिश्चित नहीं होगा. അപ്പോൾ അതിൽ ഏറ്റവും ഫേമസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് വിശ്വംഭർനാഥ് ശർമ്മ കൗശിക്. ആരാണ്? വിശ്വംഭർനാഥ് ശർമ്മ കൗശിക്. कौशिक जी प्रेमचंद पूर्व കഹാനിക്കാരോ മേ ആത്തെ ഹെ. അപ്പോൾ കൗശിക് ജി, വിശ്വംഭർനാഥ് ശർമ്മ കൗശിക് എന്ന് പറയുമ്പോൾ പ്രേംചന്ദിന് മുന്നേ ഉള്ള കാലഘട്ടത്തിലെ സ്റ്റോറി റൈറ്റേഴ്സിൻ്റെ കാറ്റഗറിയിലാണ് അദ്ദേഹം വരുന്നത്. ഉൻകി പെഹലി കഹാനി രക്ഷാബന്ധൻ 1923 में प्रकाशित हुई थी. विचारधारा की दृष्टि से वे प्रेमचंद की परंपरा में आते हैं. അപ്പോൾ കൗശിക് ജി എന്ന് പറയുമ്പോൾ പ്രേംചന്ദിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ സ്റ്റോറി റൈറ്റിങ്ങിലാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ ഇതാണ്, രക്ഷാബന്ധൻ. അത് 1923 പബ്ലിഷ് ആവുന്നത്. ഓക്കെ, അപ്പോൾ കൗശിക് ജിയുടെ ആദ്യത്തെ കഥയായ രക്ഷാബന്ധൻ അതിറങ്ങുന്ന വർഷം ഏതാണ്? 1923. ഓക്കെ, വിചാരധാര की दृष्टि से वे പ്രേംചന്ദ് की परंपरा में आते हैं. അപ്പോൾ ഐഡിയോളജിക്കലി പറയുവാണെങ്കിൽ അദ്ദേഹം പ്രേംചന്ദിൻ്റെ ആ ഒരു കാറ്റഗറി തന്നെയാണ് വരുന്നത്. ആ ചിന്താഗതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൽ നമുക്ക് വരുന്നത്. उन्होंने भी समाज सुधार को अपनी कहानी कला का लक्ष्य बनाया. उनकी कहानियों की शैली अत्यंत सरल, सरस और रोचक है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിൻ്റെ ആ ഒരു ബേസ് എന്താണ്? ശരിക്കും സൊസൈറ്റിയെ നേർവഴിയിലേക്ക് കൊണ്ടുവരിക, നല്ലതാക്കുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയിൽ നമുക്ക്, ആ ശൈലി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ഫ്ലോയിങ് ആയിട്ടുള്ള, വളരെ സിമ്പിളാണ്, സ്വീറ്റാണെന്നൊക്കെ പറയാം. എന്നാൽ വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതുമാണ്. उनकी हास्य और व्यंग्य से परिपूर्ण कहानियाँ चांद में दुबे जी की चिट्ठियों के नाम से प्रकाशित होती थी. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കോമിക്കായിട്ടുള്ള, ഈ നമ്മൾ പറയുമല്ലോ ഈ ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ കോമിക്കായിട്ടുള്ള കഥകൾ ചാന്ദ് കഹാനിയ ചാന്ദ് പത്രികയിൽ ദുബെ ജി കി ചിഠ്യ എന്ന് പറയുന്ന പേരിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൗശിക് ജിയുടെ വളരെ ആക്ഷേപഹാസ്യമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കോമിക്കായിട്ടുള്ള കഥകൾ ചാന്ദ് എന്ന് പറയുന്ന പത്രികയിൽ ദുബെ ജി കി ചിഠ്യ എന്ന് പറയുന്ന പേരിൽ പബ്ലിഷ് ആയിട്ടുള്ളതാണ്. उनकी कहानियों की संख्या तो बहुत अधिक है, परंतु कुछ ही कहानियाँ प्रसिद्ध हैं. കൽപ്പമാല और ചിത്രശാല उनके പ്രസിദ്ധ കഹാനി സംഗ്രഹ है. അപ്പോൾ കൗശിക് ജി ഒത്തിരി എഴുതിയിട്ടുണ്ട്, ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഥകൾ മാത്രമേ അതിൽ ഫേമസ് ആയിട്ടുള്ള വന്നിട്ടുള്ളൂ. അതിൽ ഫേമസ് ആയിട്ടുള്ള കഹാനി സംഗ്രഹം എന്ന് പറയുമ്പോൾ കൽപ്പമാല, ചിത്രശാല ഇതൊക്കെയാണ്. അപ്പോൾ കൗശിക് ജിയുടെ പ്രസിദ്ധമായിട്ടുള്ള കഹാനി സംഗ്രഹം ഏതൊക്കെയാണ്? കൽപ്പമാല, ചിത്രശാല.
ഓക്കെ, ഒരു തിരുത്തുണ്ട്. നമ്മൾ നേരത്തെ നോക്കിയതിൽ വിശ്വംഭർനാഥ് ശർമ്മ കൗശിക്കിൻ്റെ ആദ്യത്തെ കഥയായിട്ടുള്ള രക്ഷാബന്ധൻ അത് ഇറങ്ങുന്നത് 1913 23 പറഞ്ഞായിരുന്നു, അതൊരു തെറ്റാണ്, സോറി. 1913 അദ്ദേഹത്തിൻ്റെ രക്ഷാബന്ധൻ ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ വിശ്വംഭർനാഥ് ശർമ്മ കൗശിക്കിൻ്റെ ആദ്യത്തെ കഥ രക്ഷാബന്ധൻ പബ്ലിഷ് ആവുന്നത് 1913. പ്ലീസ് നോട്ട് 1913. ഓക്കെ, അപ്പോൾ നമുക്കിനി സുദർശനിലേക്ക് വരാം. सुदर्शन, उनका पूरा नाम पंडित बद्रीनाथ भट्ट था. उनकी प्रथम कहानी हार की जीत सन 1920 में सरस्वती में प्रकाशित हुई. आज भी उनकी यह कहानी उतनी ही प्रसिद्ध है. അപ്പോൾ സുദർശൻ എന്ന് പറയുന്ന റൈറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ്? പണ്ഡിറ്റ് ബദ്രീനാഥ് ഭട്ട്. ഓക്കെ, അപ്പോൾ സുദർശൻ എന്ന് പറയുന്ന റൈറ്ററിൻ്റെ മുഴുവൻ പേര് പണ്ഡിറ്റ് ബദ്രീനാഥ് ഭട്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ ഹാർ കി ജീത്ത് എന്ന് പറയുന്ന കഥയാണ്. അത് പബ്ലിഷ് ആയത് 1920. ഏതിലാണ് പബ്ലിഷ് ആയത്? സരസ്വതി പത്രികയിലാണ്. ഓക്കെ, അപ്പോൾ സുദർശൻ്റെ മുഴുവൻ പേരെന്താണ്? പണ്ഡിറ്റ് ബദ്രീനാഥ് ഭട്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ ഹാർ കി ജീത്ത് പബ്ലിഷ് ആവുന്നത് സരസ്വതി പത്രികയിൽ 1920. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറി വളരെ ഫേമസ് ആണ്. ഹിന്ദി കഹാനി സംഗ്രഹം യഹ് കഹാനി പ്രായഃ ഹോത്തി ഹി ഹെ. അപ്പോൾ നമ്മുടെ ഈ ഹിന്ദി കഥാസാഹിത്യത്തിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ കഹാനി സംഗ്രഹങ്ങളിൽ വളരെ ഫേമസ് ആയിട്ടൊരു കഹാനി സംഗ്രഹമാണ് നമ്മുടെ സുദർശൻജിയുടെ ഹാർ കി ജീത്ത്. അദ്ദേഹത്തിൻ്റെ വേറെ കഹാനി സംഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സുദർശൻ സുധ, സുദർശൻ സുമൻ, തീർത്ഥയാത്ര, ഗൽപമഞ്ജരി, സുപ്രഭാത്, നഗീന, പൻഘട്ട് ആദി ഉनके കഹാനി സംഗ്രഹം के नाम है. അപ്പോൾ ബാക്കി ഇത് കൂടാതെ ആദ്യത്തെ കഹാനി സംഗ്രഹം നമ്മൾ നോക്കി ഹാർ കി ജീത്താണ്. അത് കഴിഞ്ഞ് വരുന്ന ഏതൊക്കെയാണ്? സുദർശൻ സുധ, സുദർശൻ സുമൻ, തീർത്ഥയാത്ര, ഗൽപമഞ്ജരി, സുപ്രഭാത്, നഗീന, പൻഘട്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കഹാനി സംഗ്രഹങ്ങളാണ്. ओके, അടുത്ത റൈറ്റർ पांडे बेचन शर्मा उग्र. उग्र जी की उग्रता उनकी कहानियों में बहुत साफ परिलक्षित होती है. इसीलिए आलोचकों ने उनकी उग्रता के प्रभाव को उल्कापात, धूमकेतु, तूफान या बवंडर की संज्ञा दी है. इसी से उनकी कला के विद्रोही रूप का अनुमान किया जा सकता है. उन्होंने अपनी रचनाओं में राजनीतिक परिस्थितियों, सामाजिक रूढ़ियों और राष्ट्र को हानि पहुंचाने वाली प्रवृत्तियों के विरुद्ध गहरा विद्रोह व्यक्त किया है. അപ്പോൾ ഉഗ്രജിയുടെ നമ്മുടെ പാണ്ഡെ ബേച്ചൻ ശർമ്മ ഉഗ്രിൻ്റെ ആ കഥകളിലെ ഉഗ്രത നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥകൾ നല്ല രീതിയിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ക്രിട്ടിക്സ് അദ്ദേഹത്തിൻ്റെ കൃതികളെ ഭയങ്കര എഫക്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു വലിയൊരു കൊടുങ്കാറ്റടിച്ചതുപോലെ എന്നൊക്കെ പറയുന്നത്. ശരിക്കും इसी से उनकी कला के विद्रोही रूप का अनुमान किया जा सकता है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ആ റെവല്യൂഷൻ ഫീൽ ചെയ്യും. ആ ഒരു വിരോധം, റെവല്യൂഷനൊക്കെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൽ നല്ല രീതിയിൽ നമുക്ക് കാണാനും ഫീൽ ചെയ്യാനും കഴിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളിൽ കൂടുതലും എന്താണ് വന്നിരിക്കുന്നത്? പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അവസ്ഥകൾ, പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന നമ്മൾ പറയുന്നത് വളരെ ഇടുങ്ങിയ ചിന്താഗതികൾ, ഓർത്തഡോക്സ് മെൻറ്റാലിറ്റി. അതുമാത്രമല്ല നമ്മുടെ നേഷന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ മോശം വരുന്ന പല പല കാര്യങ്ങളെയും എതിർത്താണ് പാണ്ഡെ ബേച്ചൻ ശർമ്മ ഉഗ്ര അദ്ദേഹത്തിൻ്റെ കഥകൾ രചിച്ചേക്കുന്നത്. उग्र जी जिस तेजी और क्रांतिकारिता को लेकर कहानी लेखन के क्षेत्र में आए, उसके लिए तत्कालीन सुधारवादी युग में कोई अवकाश न था. അപ്പോൾ ഉഗ്രജി ഏത് റെവല്യൂഷണറി തോട്ടും കൊണ്ടാണോ ഈ റൈറ്റിംഗ് ഫീൽഡിലേക്ക് വന്നത്, ആ സമയത്തുള്ള ആ എറയിൽ അതിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ലായിരുന്നു. കാരണം അങ്ങനെയുള്ളവരാരും അംഗീകരിക്കില്ലായിരുന്നു, അവർക്ക് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വരുമായിരുന്നു. सामाजिक व्यभिचार की पोल उन्होंने जिस शैली में खोली और जीवन के यथार्थ को जिस ढंग से अभिव्यक्ति दी, आदर्शवादी और नैतिक समाज उसके लिए भी तैयार न था. അപ്പോൾ ഈ സൊസൈറ്റി നടക്കുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളെ വളരെ ഓപ്പണപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെപ്പോലും അംഗീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അന്നത്തെ ആൾക്കാർക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. चिंगारियाँ नामक उनका कहानी संग्रह क्रांतिकारी भावनाओं को व्यक्त करने वाली युगांतरकारी रचना है.
അപ്പോൾ ഉഗ്രിജിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള കഹാനി സംഗ്രഹമാണ് ചിങ്കാരിയ. എന്താണ്? ചിങ്കാരിയ എന്നുള്ള കഹാനി സംഗ്രഹം ആരുടെയാണ്? ഉഗ്രിജിയുടെയാണ്. അതിൽ ശരിക്കും ആ റെവല്യൂഷണറി തോട്ട്സ് ആണ് വളരെ വളരെ ഭംഗിയായിട്ട് തന്നെ, അതായത് കാലഭേദമന്യേ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ തോട്ട്സ് ചിങ്കാരിയ എന്ന് പറയുന്ന കഹാനി സംഗ്രഹയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. राष्ट्र प्रेम और क्रांति की पृष्ठभूमि पर लिखी गई उसकी माँ कहानी उनकी बहुत लोकप्रिय कहानी है. അപ്പോൾ ഈ രാഷ്ട്രസ്നേഹവും പിന്നെ റെവല്യൂഷനും കൂടെ ഒത്തിണക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു കഥയാണ് ഉസ്കി മാँ. അതും വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കഥയാണ്. നെക്സ്റ്റ് വരുന്നത് ആചാര്യ ചതുർസേൻ ശാസ്ത്രി. ആചാര്യ ചതുർസേൻ ശാസ്ത്രി भी प्रेमचंद युग के कहानीकार हैं. അപ്പോൾ ഈ ശാസ്ത്രിജി ശരിക്കും പ്രേംചന്ദിൻ്റെ ആ കാലഘട്ടത്തിലുള്ള ഒരു സ്റ്റോറി റൈറ്ററാണ്. उन्होंने भी सामाजिक चित्रण को अपनी कहानियों का विषय बनाया. അപ്പോൾ ശരിക്കും സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. दुखवा मैं कासे कहूँ सजनी, दे खुदा की राह पर, भिक्षुराज और ककड़ी की कीमत उनकी प्रसिद्ध कहानियाँ हैं. അപ്പോൾ ശാസ്ത്രിജിയുടെ പ്രധാനപ്പെട്ട കഥകൾ ഏതൊക്കെയാണ്? ദുഖ്വാ മേ കാസെ കഹൂ സജ്നി, ദേ ഖുദാ കി രാഹ് പർ, ഭിക്ഷുരാജ്, പിന്നെ കക്കടി കി കീമത്ത്. അപ്പോൾ ഏതൊക്കെയാണ്? ദുഖ്വാ മേ കാസെ കഹൂ സജ്നി, ദേ ഖുദാ കി രാഹ് പർ, ഭിക്ഷുരാജ്, കക്കടി കി കീമത്ത്. ഇതൊക്കെയാണ് നമ്മുടെ ശാസ്ത്രിജിയുടെ പ്രധാനപ്പെട്ട കഹാനികൾ. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള കഥകളാണ്. അടുത്ത വരുന്ന ജ്വാലാദത്ത് ശർമ്മ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. ജ്വാലാദത്ത് शर्मा ने बहुत थोड़ी संख्या में कहानियाँ लिखी हैं, परंतु हिंदी जगत में उनका अच्छा नाम है. അപ്പോൾ ജ്വാലാദത്ത് ശർമ്മ എന്ന് പറയുന്ന റൈറ്റർ അധികം കഥകളൊന്നും ഹിന്ദി സാഹിത്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകൾ എഴുതിയിടത്തോളം കഥകൾ നല്ലതാണ്. അതിൽ നിന്ന് അദ്ദേഹത്തിന് നല്ലൊരു പേരും കിട്ടിയിട്ടുണ്ട്. ഭാഗ്യചക്ര, അനാഥ് ബാലിക ഉनकी പ്രസിദ്ധ കഹാനിയാ है. അപ്പോൾ ജ്വാലദത്ത് ശർമ്മയുടെ ഫേമസ് ആയിട്ടുള്ള കഥകൾ ഏതൊക്കെയാണ്? ഭാഗ്യചക്ര, അനാഥ് ബാലിക. ഏതൊക്കെയാണ്? ഭാഗ്യചക്ര, അനാഥ് ബാലിക. ഇത് രണ്ടുമാണ് ജ്വാലാദത്ത് ശർമ്മയുടെ ഫേമസ് കഥകൾ. ഏതൊക്കെ? ഭാഗ്യചക്ര, അനാഥ് ബാലിക. വിനോദ് ശങ്കർ വ്യാസ് കെ ഭി അനേക കഹാനി സംഗ്രഹ പ്രകാശിത് ഹുए हैं. അപ്പോൾ ആരുടെയാണ്? വിനോദ് ശങ്കർ വ്യാസിൻ്റെയും കുറച്ച് കഹാനി സംഗ്രഹങ്ങൾ വളരെ ഫേമസ് ആണ്, പബ്ലിഷ് ആയിട്ടുണ്ട്, ഫേമസുമാണ്. उन्होंने भी सामाजिक, राजनीतिक और ऐतिहासिक विषयों को लेकर सुंदर और कलात्मक कहानियाँ लिखी हैं. അപ്പോൾ അദ്ദേഹവും എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയെ ബേസ് ചെയ്ത്, പൊളിറ്റിക്സിനെ ബേസ് ചെയ്ത്, ഹിസ്റ്ററിയെ ബേസ് ചെയ്ത് ഇങ്ങനത്തെ കുറേ വിഷയങ്ങളെടുത്ത് നല്ല നല്ല രചനകൾ നടത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കഥകൾ എഴുതിയിട്ടുണ്ട്. राधिका रमन सिंह ने विभिन्न सामाजिक समस्याओं एवं राजनीतिक आंदोलनों का चित्रण अपनी कहानियों में किया है. അതേസമയം രാധിക രമൺ സിംഗ് എന്താണ് ചെയ്തേക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കഥകളിൽ ശരിക്കും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, റെവല്യൂഷൻ, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് കഥകൾ എഴുതിയിട്ടുണ്ട്. भगवती प्रसाद वाजपेयी ने जैनेन्द्र की परंपरा को आगे बढ़ाते हुए अनेक कहानियाँ लिखी जो हिलौर, पुष्करिणी, खाली बोतल आदि संग्रहों में प्रकाशित हैं. അപ്പോൾ ഭഗവതി പ്രസാദ് വാജ്പേയി എന്താണ് ചെയ്തത്? ശരിക്കും ജൈനേന്ദ്രൻ്റെ ആ ഒരു പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആരാണ്? ഭഗവതി പ്രസാദ് വാജ്പേയി ജൈനേന്ദ്രൻ്റെ ആ ഒരു പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഹിലോർ, പുഷ്കരണി, ഖാലി ബോത്തൽ എന്ന് പറയുന്ന ആ ഒരു സംഗ്രഹങ്ങളിൽ കഥകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഹിലോർ, പുഷ്കരണി, ഖാലി ബോത്തൽ ഇതൊക്കെ ആരുടെ കഹാനി സംഗ്രഹമാണ്? ഭഗവതി പ്രസാദ് വാജ്പേയിയുടെയാണ്. ഓക്കെ, ഭഗവതി പ്രസാദ് വാജ്പേയിയുടെ കഹാനി സംഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഹിലോർ, പുഷ്കരണി, ഖാലി ബോത്തൽ. ഈ കഹാനി സംഗ്രഹങ്ങളെല്ലാം എഴുതിക്കൊണ്ട് അദ്ദേഹം ജൈനേന്ദ്രൻ്റെ ആ ഒരു പാരമ്പര്യത്തെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഭഗവതി ചരൺ വർമ്മ ने भी कम कहानियाँ लिखकर अच्छी सफलता प्राप्त की है. അപ്പോൾ അതുപോലെ തന്നെ ഭഗവതി ചരൺ വർമ്മ വളരെ കുറച്ച് കഥകൾ എഴുതി നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റൈറ്ററാണ്. ഖിൽത്തെ ഫൂൽ, ഇൻസ്റ്റാൾമെൻറ്റ്, ദോ ബാങ്കെ ഉൻകി കഹാനി സംഗ്രഹം കെ നാം ഹെ. അപ്പോൾ ഭഗവതി ചരൺ വർമ്മയുടെ കഹാനി സംഗ്രഹത്തിൻ്റെ പേരെന്താണ്? ഖിൽത്തെ ഫൂൽ, ഇൻസ്റ്റാൾമെൻറ്റ്, ദോ ബാങ്കെ
ഇതൊക്കെ ഓക്കെ. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഭഗവതി പ്രസാദ് വാജ്പേയിയുടെ കഹാനി സംഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഹിലോർ, പുഷ്കരിണി, ഖാലി ബോത്തൽ. അതേസമയം ഭഗവതി ചരൺ വർമ്മയുടെ കഹാനി സംഗ്രഹം ഏതൊക്കെയാണ്? ഖിൽത്തെ ഫൂൽ, ഇൻസ്റ്റാൾമെന്റ്, ദോ ബാങ്കെ.